അങ്ങനെ ആപ്പിളിൻ്റെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള iOS 18.1 അപ്ഡേറ്റ് റിലീസ് ചെയ്തു 3 ആഴ്ചകൾക്ക് ശേഷം 18.1.1 അപ്ഡേറ്റ് ആപ്പിൾ പുഷ് ചെയ്തേക്കുവാണ്. ഇതൊരു മച്ച് നീഡഡ് അപ്ഡേറ്റ് തന്നെയാണ്. കാരണം കുറേ യൂസേഴ്സിന് 18.1 അപ്ഡേറ്റിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ മേജർ ആയിട്ടുള്ള 2 സെക്യൂരിറ്റി പാച്ചസ് വൾണറബിലിറ്റീസും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ, പുതിയ മാറ്റങ്ങൾ ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സെർച്ച് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ ആദ്യം തന്നെ 18.1.1 അപ്ഡേറ്റ് അത് വന്നിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 420 MB. മിക്ക മോഡലുകളിലും മിക്ക ഡിവൈസുകളിലും നമുക്ക് ഇതേ സൈസിൽ തന്നെയാണ്. മൈനർ അപ്ഡേറ്റ് ആണ്, കാരണം ഇതൊരു 3 പോയിന്റ് അപ്ഡേറ്റ് ആണ് 18.1.1. ഇനി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഏതെങ്കിലും അപ്ഡേറ്റ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് സൈസ് അല്ലായിരിക്കാം, ഇതിൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസുകളുടെ മോഡൽ അനുസരിച്ചും ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ വ്യത്യാസം ഉണ്ടാകാം. ഇതിൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 22B91 എന്നുള്ളതാണ്. ഈ ഒരു അപ്ഡേറ്റിൽ മോഡം ഫേംവെയർ ചേഞ്ചസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത് iPhone 16 Pro ആണ്. നിങ്ങൾ ഏതെങ്കിലും ഡിവൈസിൽ മോഡം ഫേംവെയർ അപ്ഡേറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു വാൾപേപ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിനോടൊപ്പം തന്നെ iPadOS 18.1.1, macOS 15.1.1, visionOS 2.1.1, iOS 17ൻ്റെ 2 അപ്ഡേറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. iOS 17.7.2, iPadOS 17.7.2. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം പറയാം. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള 18.1 അപ്ഡേറ്റ് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷേ ചെയ്തതിന് ശേഷം ഗ്രാജുവലി കുറേയധികം പ്രോബ്ലംസ്, കുറേയധികം ബഗ്ഗുകൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പല ബഗ്ഗുകളെ പറ്റി, പല യൂസേഴ്സിനും പല രീതിയിലുള്ള ബഗ്ഗുകളാണ്. ഞാൻ കൂടുതൽ നേരിട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പെർഫോമൻസും ബാറ്ററി ആയിട്ടുള്ളതാണ്. എന്നാൽ അത് നമുക്ക് റിസോൾവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു അപ്ഡേറ്റിലൂടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ iTunes ഉപയോഗിച്ചാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ, iTunes ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു വെൽക്കം സ്ക്രീൻ, അതിൽ നമ്മുടെ പ്രൊഫൈലും പിക്ചറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെൽക്കം സ്ക്രീനും അതിനുശേഷം ഇതുപോലുള്ള കുറച്ച് ഫ്ലാഷ് സ്ക്രീനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഏത് അപ്ഡേറ്റ് ചെയ്താലും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് മസ്റ്റായിട്ടും അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൻ്റെ ഓപ്ഷനിൽ പോയാൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ കോളം ഉണ്ട്. അതിൽ പോയിട്ട് ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെല്ലാം അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ബഗ്ഗുകൾ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി 18.1.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മേജർ ആയിട്ടുള്ള 2 സെക്യൂരിറ്റി പാച്ചസും മറ്റ് ചില ബഗ് ഫിക്സസുമാണ്. അതിനുവേണ്ടി നമ്മൾ ആപ്പിളിൻ്റെ സെക്യൂരിറ്റി വെബ് പേജിലേക്ക് പോകുമ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്പിൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന്. ഇതിൽ നമുക്ക് കാണാം macOSനും iPadOSനും iOSനും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാച്ചുകൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 CV എൻട്രീസ് ആണുള്ളത്. ഒന്ന് JavaScript കോറും പിന്നെ വെബ്കിറ്റുമായിട്ട് ബന്ധപ്പെട്ട. എനിക്ക് തോന്നുന്നു ഈ ഒരു റീസൺ കൊണ്ടാകാം ആപ്പിൾ വാച്ചിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കാത്തത്. കാരണം ഇത് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വെബ് ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഈ ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് കൂടുതലും വെബ് ആപ്ലിക്കേഷൻസ് അങ്ങനെ നമ്മൾ ആക്സസ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. macOSലും iPhoneലുമാണ് ഇതൊക്കെ വേണ്ടത്, iPadലൊക്കെയാണ് ഇത് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കാണാം iPhone 10s മുതൽ ലേറ്റർ ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളിലും പ്രോസസിംഗ് മാലിക്കുലസ് ക്രാഫ്റ്റഡ് വെബ് കണ്ടന്റ് മേ ലെഡ് ടു ആർബിട്രറി കോഡ് എക്സിക്യൂഷൻ. ആപ്പിൾ ഇസ് അവെയർ ഓഫ് എ റിപ്പോർട്ട് ദാറ്റ് ദിസ് ഇഷ്യൂ മേ ഹാവ് ബീൻ ആക്റ്റീവ്ലി എക്സ്പ്ലോയിറ്റഡ് ഓൺ ഇന്റൽ ബേസ്ഡ് മാക് സിസ്റ്റം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വെബ് കിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എ കുക്കി മാനേജ്മെൻറ്റ് ഇഷ്യൂ വാസ് അഡ്രസ് വിത്ത് ഇംപ്രൂവ്ഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ ഈ 2 വൾണറബിലിറ്റീസ് ആയിരുന്നു ആപ്പിൾ ഇതിൽ പ്രധാനമായിട്ടും പാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2 സെക്യൂരിറ്റി പാച്ചസ് മാത്രം മതി ഈ അപ്ഡേറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം, ഇത് അവോയ്ഡ് ചെയ്യല്ല എന്ന് പറയാൻ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ iPhone ആയിക്കോട്ടെ, iPadലായിക്കോട്ടെ, Macലായിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ വെബ് കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് നമ്മൾ ബ്രൗസറിലൂടെ നമ്മൾ വെബ് ഇൻ്റർനെറ്റിൽ കയറാറുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട JavaScript കോറും വെബ്കിറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള 2 സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് പാച്ച് ചെയ്തേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് കഴിഞ്ഞ 18.1 അപ്ഡേറ്റിന് ശേഷം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. ഒന്ന്, ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന iPhone 16 Pro നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് 16 Pro. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം. അത് ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയിൽ 18.1ൻ്റെ ഫോളോ അപ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. രാവിലെ ചാർജ് ചെയ്ത് 8:30 ആകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വൈകിട്ടൊരു 10, 10:30, 11 മണി വരെയൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ 20% മേളിൽ തന്നെ എനിക്ക് കപ്പാസിറ്റി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 18.1 അപ്ഡേറ്റിന് ശേഷം അത് ശോകമായിക്കൊണ്ടിരിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. ഏത് അപ്ഡേറ്റ് ആയാലും ഇത്രയും വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ സാധിക്കും, ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് പല ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റീസും നടക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ സാധിക്കത്തില്ല. 2-3 ദിവസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് കറക്റ്റ് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഹിക്കപ്പ് ഉണ്ടാകുന്നുണ്ട്.
അതായത് ചിലപ്പം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ആകും. അല്ലാന്നുണ്ടെങ്കിൽ സഫാരിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസിലേക്കോ മെനുവിലേക്കോ സെലക്ട് ചെയ്യുമ്പം ക്ലിക്ക് ചെയ്താൽ ഒന്നും വർക്കാകത്തില്ല. ജസ്റ്റ് നമ്മളവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാന്നുള്ളൂ. നമുക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം നമുക്ക് നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ വരും ഈ ഒരു കാര്യം കാണുമ്പം. അതങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സഫാരി എക്സിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം സഫാരി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് ആ ബ്രൗസർ ഓപ്പൺ ആക്കി ആ വെബ് പേജ് ലോഡാക്കി വന്നാലും നമുക്ക് ഇതേ പ്രോബ്ലം തന്നെയായിരിക്കും പെർസിസ്റ്റ് ചെയ്യുന്നത്. അത് ക്ലോസ് ആകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ ഇത് വർക്ക് ആവണമെന്നില്ല. സോ അങ്ങനെയുള്ള ഈ ഹിക്കപ്പ് ആകുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷനിലും ഉണ്ട്, ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലും ഉണ്ട്. അതൊന്നാണ് യൂട്യൂബ്. യൂട്യൂബിൽ ഞാൻ പല തവണയും യൂട്യൂബ് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റേതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്താലോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്താലോ പോകത്തേയില്ല, മാറത്തില്ല. അത് അവിടെ തന്നെ നിൽക്കും. പിന്നെ നമ്മൾ യൂട്യൂബ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ആ വീഡിയോയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ പെർഫോമൻസിൽ ഞാൻ നേരിട്ടത് രണ്ടാമത്തെ കാര്യമാണ് ഡിവൈസ് സ്റ്റക്ക് ആകുന്നത്. ചില ടൈമിൽ സ്റ്റക്ക് ആകുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഏറ്റവും ടോപ്പിൽ റീഫ്രഷ് റേറ്റിൻ്റെ ഫ്രെയിം റേറ്റ് കൊടുത്തിട്ടുണ്ട്. 60 ഹെർട്സിലാണ് നോർമലി അല്ലെങ്കിൽ ഐഡിയൽ പൊസിഷനിൽ നമ്മുടെ ഡിവൈസ് 120 ഹെർട്സ് ഉള്ള പ്രൊമോഷൻ ഡിസ്പ്ലേ ഉള്ള ഡിവൈസ് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന ടൈമിൽ 60 ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പം ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ടച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു അപ്പം 120 ഹെർട്സിലേക്ക് പോകുന്ന കാണാം. അങ്ങനെയാണ് ഈ ഒരു റീഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് എന്തെങ്കിലും ഓപ്ഷനിലൊക്കെ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾ കാണാം 80 ഹെർട്സിലാണ് നിൽക്കുന്നത്. എന്നാൽ അത് മെയിൻ സ്ക്രീനിൽ വരുമ്പം അത് 120 ഹെർട്സിലേക്കും പോകും. മറ്റുള്ള അത്ര ഓപ്ഷൻസിന് അല്ലെങ്കിൽ അത്രയും 120 ഹെർട്സിൻ്റെ ഒരു ആവശ്യകത ഇല്ലാത്ത സ്ഥലങ്ങളിൽ അത് നേരെ 80ലേക്കാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥ ചില ടൈമുകളിൽ ഡിവൈസ് സ്റ്റക്ക് എന്ന് വെച്ചാൽ 60 ഹെർട്സിനേക്കാൾ താഴെ ഒരു 30 ഹെർട്സ് അല്ലെങ്കിൽ 20 ഹെർട്സിലേക്കൊക്കെ പോയി ആ രീതിയിലായിരുന്നു ഡിസ്പ്ലേ വർക്ക് ആയിക്കൊണ്ടായത്. ഇതേ സെയിം പ്രോബ്ലം 2-3 തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് 16 പ്രോയിൽ മാത്രമല്ല മറ്റ് ചില ഡിവൈസുകളും പല യൂസേഴ്സും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. സോ ഇതൊരു പർട്ടിക്കുലർ ഡിവൈസിൽ മാത്രം ഉണ്ടായ കാര്യമല്ല. അപ്പോൾ ഈ 2 ഇഷ്യൂസും പരിഹരിക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് വീണ്ടും കമൻസിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമുക്ക് ക്ലീൻ ഇൻസ്റ്റലേഷൻ തരുന്ന ഒരു പരിപാടിയാണ് ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഫോണിൽ OT അപ്ഡേറ്റ് ചെയ്യുമ്പം അത് ഇരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള OSൻ്റെ മുകളിലേക്ക് നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് 1 GB 2 GB ഒക്കെ ആണ് വരുന്നത്. എന്നാൽ നിങ്ങൾ ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യുമ്പം ഈ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 9 GB 8.5 GB അങ്ങനെയൊക്കെ പല സൈസിലേക്ക് പോകും. അതിൻ്റെ കാര്യം ക്ലീൻ ഇൻസ്റ്റലേഷൻ ഫുൾ OS തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ മൊത്തം ക്ലീൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിക്കുന്നത്. എനിവേ 18.1.1 അപ്ഡേറ്റിന് ശേഷം എനിക്ക് ഇതുവരെ സ്റ്റട്ടറിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റക്ക് ആകുന്ന ഇഷ്യൂവോ അല്ലെങ്കിൽ ഹെർട്സ് ലോ ആകുന്ന ഇഷ്യൂവോ അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. രണ്ടാമത് നേരിട്ട പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു ബാറ്ററി ബാക്കപ്പ്. വളരെ ശോകമായിരുന്നു. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കറക്റ്റ് അഭിപ്രായം പറയാൻ സമയമായിട്ടില്ല. കാരണം അത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് 18.2 അപ്ഡേറ്റ്. അത് ഡിസംബർ ആദ്യ ആ ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എന്തായാലും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള കുറേ അധികം മാറ്റങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സും കൊണ്ടുവരുന്ന ബഗ് ഫിക്സുകളും എല്ലാം കൊണ്ടുവരുന്ന ഒരു അപ്ഡേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ 18.1.1ൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ പീസ്.